ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളിന്ന് കടയിൽ നിന്നൊക്കെ നമ്മൾ മേടിച്ച് കഴിക്കുന്ന പോലത്തെ പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ളതും എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയും അപ്പം അതിൻ്റെ കോംബോ ആയിട്ട് ഒരു കിഴങ്ങ് കറിയുടെ റെസിപ്പിയും കൂടാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു കിഴങ്ങ് കറിയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതിലും ടേസ്റ്റ് ഉള്ള ഒരു കറി. അപ്പം എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ആദ്യം നമുക്ക് പൂരിയുടെ റെസിപ്പി കാണാവേ. ഇതിനായിട്ട് ഞാനൊരു 2 കപ്പ് ഗോതമ്പ് പൊടി, നമ്മുടെ ആട്ട ഇല്ലേ, അതാണ് എടുക്കുന്നത്. ഞാനൊരു 250 ml കപ്പിലാണ് അളവ് കപ്പായിട്ട് എടുക്കുന്നത്. അപ്പം നിങ്ങൾ ഗ്ലാസ് അളവിലാണെങ്കിലും ആ ഒരളവിൽ ബാക്കിയുള്ള എല്ലാം ഇങ്ങനെ അങ്ങനെ എടുത്താൽ മതി. പിന്നെ ഒരു 1/2 കപ്പ് മൈദ കൂടി ചേർക്കുന്നുണ്ട്. പൂരിക്ക് നല്ലൊരു ടേസ്റ്റും നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ, ഇങ്ങനെ മൈദയും കൂടെ ചേർത്ത് കൊടുത്താൽ. അപ്പം ഇതൊരു 1/2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ റവ, അത് വറുത്തതോ വറക്കാത്തതോ ആയ റവ ചേർത്ത് കൊടുക്കാവേ. ഞാനിപ്പോൾ ഇവിടെ വറക്കാത്തത് തന്നെ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ എണ്ണ, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് കുഴയ്ക്കാനായിട്ട് പച്ചവെള്ളത്തിലും തണുത്ത വെള്ളത്തിലും നമുക്ക് കുഴയ്ക്കാം. ഞാനിവിടെ ഒരു ഇളം ചൂടുള്ള വെള്ളമാണ് എടുക്കുന്നത്. എപ്പോഴും സാധാരണയായിട്ട് ഇളം ചൂടുള്ള വെള്ളം എടുക്കാറ്. അപ്പം കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പം ഞാനിത് കുഴച്ചെടുക്കാനായിട്ട് പിന്നെ ഇത്രയും ഒരു വെള്ളമാണ് ബാലൻസ് ആയിട്ട് വന്നേക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം വെള്ളം ബാക്കിയായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ച് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടും കൂടെ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മണ്ടയിൽ കൂടെ ഉണ്ടല്ലോ എണ്ണ, ഓയിലൊന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഓയിൽ തൂത്ത് കൊടുത്തിട്ട് നമുക്കൊരു 20 മുതൽ 30 മിനിറ്റ് ഒക്കെ വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ മാവ് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുവേ. എന്നിട്ട് ആ മാവെല്ലാം ഞാൻ ഇങ്ങനെ ബോളായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ ബോളും നമുക്ക് ഇങ്ങനെ ഒന്ന് കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലോ വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാവേ. ചപ്പാത്തി പോലെ തീരെ കനം കുറയ്ക്കേണ്ട, ഒരു ചെറിയ നേരി കട്ടിയിൽ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. ഇതുപോലെ ഈ ഒരു കട്ടിയിലാണ് എല്ലാം ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇനി പൂരി ഉണ്ടാക്കാനായിട്ട് ഞാനിങ്ങനെ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം പൂരിയുടെ പരത്തിയത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനേ. അപ്പം ചൂടായ ചെറിയൊരു പീസ് ഇട്ട് കൊടുത്താൽ നമുക്കറിയാൻ പറ്റും ഇതുപോലെ ഇങ്ങനെ മുരിഞ്ഞു വന്നാൽ ചൂടായെന്ന് കേട്ടോ. അപ്പം നന്നായിട്ട് ചൂടായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ പൊങ്ങി വരില്ല. അതുപോലെ എണ്ണയുടെ ചൂട് എപ്പോഴും ശ്രദ്ധിക്കുക, നല്ല ചൂടുണ്ടായിരിക്കണം. എന്നിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കുക ഇടയ്ക്ക്. അപ്പം അപ്പുറം ഇപ്പുറം ഒന്നും, അപ്പം ഇതിങ്ങനെ ബോൾ പോലെ ഇങ്ങനെ പൊങ്ങി വരും. അതുപോലെ തന്നെ പൂരി മുങ്ങാനുള്ള ഒരു എണ്ണ ഉണ്ടായിരിക്കുകയും വേണം. അഥവാ ഇനി എണ്ണ കുറവാണെങ്കിൽ സ്പൂണിൽ ഇങ്ങനെ അതിൻ്റെ മുകളിലേക്ക് കോരി ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പം ഞാൻ മുങ്ങാനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് ഈ പൂരി ഒന്ന് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക. ഇതുപോലെ ഒരു കളറൊക്കെ ആയി വിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. പരത്തിയത് ഇട്ട് കൊടുക്കാം. അപ്പം എല്ലാം ഒന്ന് പരത്തി വെച്ചേക്കുക. എന്നിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ എല്ലാം ഒന്ന് പരത്തി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി കറിയുടെ നോക്കാം. അപ്പം ഞാൻ ഈ പൂരിയുടെ മാവ് കുഴച്ച് വെച്ചപ്പോൾ തന്നെ വെച്ചിട്ട് തന്നെ ഇത് കിഴങ്ങ് ഒരു മീഡിയം സൈസിലുള്ള കിഴങ്ങാണേ. ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊന്ന് പുഴുങ്ങിയെടുക്കാനാണ്, ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പം ഞാനിതൊരു കുക്കറിനകത്തേക്ക് നാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് വെന്ത് കിട്ടാൻ പാകത്തിന് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കിഴങ്ങിലൊക്കെ ഒന്ന് ഉപ്പ് പിടിച്ച് കിട്ടുമല്ലോ. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് 2-3 വിസിലിന് അകം ഇത് വെന്ത് കിട്ടും. കിഴങ്ങ് പെട്ടെന്ന് വേകുമല്ലോ. വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി അതൊന്ന് തണുക്കട്ടെ. അപ്പോഴത്തേക്കും നമ്മളൊരു കടായിൽ കുറച്ച് എണ്ണ, ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഞാനിവിടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സബോള അരിഞ്ഞും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സബോളയാണ്. അപ്പോൾ ആ മീഡിയം സൈസിലുള്ള സബോള അരിഞ്ഞത് ഈ ഒരു കട്ടിയൊക്കെ കുഴപ്പമില്ല കേട്ടോ. ഇത് വഴറ്റിയെടുക്കുമ്പോൾ ശരിയായിക്കോളും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക, കാരണം കിഴങ്ങിലും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കൂടി പോകാതെ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്കൊരു എരിവിന് 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച്
മുളകും കൂടെ കൂട്ടിച്ചേർക്കും കേട്ടോ. നമ്മളിവിടെ പച്ചമുളക് മാത്രമേ എരിവിന് ചേർക്കുന്നുള്ളേ, അല്ലാതെ പ്രത്യേകിച്ച് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നും കൂടെ ഒന്ന് ഒരു മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു മണമൊക്കെ മാറുന്നിടം വരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചില്ല കിഴങ്ങ്, അപ്പോൾ അതൊന്ന് തണുത്തിട്ടുണ്ടായിരുന്നു. അത് പുറമേലത്തെ തൊലിയൊക്കെ കളഞ്ഞ് ഞാനിങ്ങനെ ഒന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചാൽ മതി, അല്ലെങ്കിൽ ഇതിനകത്ത് ഇട്ടിട്ടായാലും ഉടച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ആയി കിട്ടുവേ. പിന്നെ നമ്മൾ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, എല്ലാം വെന്തതാണല്ലോ. പിന്നെ ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പോളം തേങ്ങാപ്പാലാണേ, തേങ്ങാപ്പാൽ എടുത്തത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം ആയിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഇനി തേങ്ങാപ്പാൽ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് എളുപ്പത്തിന് ചെയ്യാൻ പറ്റിയൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളത്തിനകത്തോട്ട് നമ്മുടെ കടലമാവില്ലേ, അതൊരു 2 ടേബിൾ സ്പൂണോളം അതൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്താലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. തേങ്ങാപ്പാലാണ് ഒന്നും കൂടെ ടേസ്റ്റ്. അപ്പോൾ അതിനൊരു ഓപ്ഷണലായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ കൂടി ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ കറിയുടെ റെസിപ്പി. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ.